ഇപ്പോൾ കേരളത്തിലെ തന്നെ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇന്ന് പല പല സാധനങ്ങളുടെ റോ മെറ്റീരിയൽ കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് തമിഴ്നാട്ടിലും ഒക്കെ കർണാടകയിലൊക്കെ പോയതിനു ശേഷം അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി നേരെ തിരിച്ചിവിടെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ റബ്ബർ കേരളത്തിലുണ്ടാകുന്ന സാധനമാണ്. ഇത് ഇവിടുന്ന് തന്നെ വാങ്ങിക്കൊണ്ടാണ് മിക്കവാറും തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പല ആൾക്കാരും ഇവിടുന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് പിന്നെ ഇവിടെ ഫാൻ ബെൽറ്റായിട്ടും മറ്റു പല പ്രൊഡക്റ്റായിട്ടും റബ്ബർ ബാൻഡായിട്ടും പല പ്രൊഡക്റ്റുകളായിട്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. വളരെ ചെറിയ രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ മിക്കവാറും എല്ലായിടത്തും കാണാൻ പറ്റും. ഇത് ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഒരു നാട് വികസിക്കാനുള്ള, രാജ്യം വികസിക്കാനുള്ള ഏക വഴി. ഗവൺമെന്റിന്റെ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഇതിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കണം. കേരളത്തിലേക്ക് വെച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഉള്ളതിനേക്കാളൊക്കെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിന് പബ്ലിക്കൂടെ ആ ഒരു സമീപനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.